നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈമയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു. 4 ഇന്ത്യക്കാർ മരിച്ചു. പരീക്ഷണ പറക്കൽ വിജയം. ഭാരം ചുമക്കാൻ ഡ്രോൺ വരും. എംഡിയുടെ പ്രശംസയിൽ മതിമറന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 11.4 ലക്ഷം രൂപ. ബഹ്റൈൻ സൗദി രണ്ടാമത്തെ റെയിൽ റോഡ് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഈന്തപ്പന ഉൽപാദകരിൽ മികവ് തെളിയിച്ച ഖസീം. പ്രജകളെ കാണാൻ വനിതാ മാവേലി. വേറിട്ട ഓണാഘോഷത്തിന് തുടക്കമിട്ട് UAE. കോട്ടയം സ്വദേശി അബുദാബിയിൽ അന്തരിച്ചു. ഹൈമയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു. 4 ഇന്ത്യക്കാർ മരിച്ചു. മസ്കറ്റ് റോഡിൽ വാഹനാപകടത്തിൽ 4 ഇന്ത്യക്കാർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അൽബുവസ്ത ഗവർണറേറ്റിലെ ഹൈമയിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് അപകടം ഉണ്ടായത്. ട്രെയിലർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിക്ക് പിന്നാലെ വാഹനങ്ങൾക്കും തീപിടിച്ചു. സിസ്വയിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളാണ് മരണപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, സലാല. പരീക്ഷണ പറക്കൽ വിജയം. ഭാരം ചുമക്കാൻ ഡ്രോൺ വരും. ഭാരം കൂടിയ ചരക്കുകൾ ഡ്രോൺ വഴി അയക്കുന്ന പരീക്ഷണ പറക്കൽ UAE വിജയകരമായി നടത്തി. ഡ്രോൺ കമ്പനിയായ ഇനാനാണ് റിക്കാസ് ഹെവി കാർഗോ ഡ്രോണുമായി UAEക്ക് വേണ്ടി പരീക്ഷണ പറക്കൽ നടത്തിയത്. വിദൂര നിയന്ത്രണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണിൽ 50 മുതൽ 200 കിലോഗ്രാം വരെ ഒരേ സമയം കയറ്റാൻ ശേഷിയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ് വേഗം. ഒരിക്കൽ ചാർജ് ചെയ്താൽ തുടർച്ചയായി 30 കിലോമീറ്റർ വരെ പറക്കാം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. എംഡിയുടെ പ്രശംസയിൽ മതിമറന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 11.4 ലക്ഷം രൂപ. സൈബർ തട്ടിപ്പിന് ഇരയായി പണം നഷ്ടപ്പെടുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. എറണാകുളം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 11.4 ലക്ഷം രൂപ. കമ്പനി മാനേജിംഗ് ഡയറക്ടറാണെന്ന വ്യാജേന ഇമെയിൽ അയച്ചാണ് പണം ആവശ്യപ്പെട്ടത്. ബോധവൽക്കരണം ശക്തമായിട്ടും വ്യാജ സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വഞ്ചിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ബഹ്റൈൻ സൗദി രണ്ടാമത്തെ റെയിൽ റോഡ് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ബഹ്റൈൻ സൗദി രണ്ടാമത്തെ റെയിൽ റോഡ് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. നിലവിലെ കിങ് ഫഹദ് കോസ്വേയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും കിങ് അഹമ്മദ് കോസ്വേ എന്ന നാമകരണം ചെയ്തിട്ടുള്ള പുതിയ പാതയുടെ നിർമ്മാണവും നടക്കുക. 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ വേഗത്തിലുള്ള യാത്രയ്ക്കായി ഒരു റെയിൽവേ ട്രാക്ക് കൂടി ഉണ്ടാകും എന്നതാണ് പ്രത്യേകത. സൗദി അറേബ്യയെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിൽ വാഹനങ്ങൾക്കുള്ള 4 വരിപ്പാതകളും റെയിൽവേയുടെ ഭാഗവും കൂടി ഉൾപ്പെടുന്ന തരത്തിലാണ് നിർമ്മാണം നടക്കുക. ഗതാഗത കുരുക്ക് കുറയ്ക്കാനും GCCയിലുടനീളം ആളുകളെയും ചരക്കുകളെയും കൊണ്ടുപോകുന്നതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഈ പാത ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ഈന്തപ്പന ഉൽപാദകരിൽ മികവ് തെളിയിച്ച ഖസീം. ഫലഭൂഷ്ടമായ മണ്ണും സുലഭമായ ജലവും അനുകൂല കാലാവസ്ഥയും കാരണം ഖസീം പ്രദേശം ലോകത്തെ ഏറ്റവും വലിയ ഈന്തപ്പന ഉൽപാദകരിൽ ഒന്നായി മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഈന്തപ്പനകൾ നിറഞ്ഞ ഈ പ്രദേശം പ്രതിവർഷം ലക്ഷക്കണക്കിന് ടൺ ഈന്തപ്പഴം ഉൽപാദിപ്പിക്കുന്നു. ഖസീമിലെ കർഷകർ 80-ലധികം വ്യത്യസ്ത ഇനം ഈന്തപ്പഴം കൃഷി ചെയ്യുന്നു. ഇവയിൽ സുഖാരി, സഖി, ഷഖ്ര, ഹാഷിഷി, നബൂട്ട് അലി, കലാസ്, സുഖാരിയ ഹംറ, റുത്താൻ, ഹൽവ, മക്തൂമി, വാനാന, ബുറൈമി തുടങ്ങിയവ പ്രശസ്തമാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അൽ ഖസീം. പ്രജകളെ കാണാൻ വനിതാ മാവേലി. വേറിട്ട ഓണാഘോഷത്തിന് തുടക്കമിട്ട് UAE.
ഗൾഫിൽ ഓണാഘോഷം ക്രിസ്മസ് വരെ തുടരുകയാണ് പ്രവാസികളുടെ ഇടയിലെ രീതി. എന്നാൽ ഇതാ ചരിത്രത്തിൽ ആദ്യമായി നാട്ടിൽ ഓണം വിരുന്നെത്തുന്നതിന് മുൻപേ ദുബായിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ദുബായിലെ ഡോവ് ഇവന്റ്സ് ആണ് കലാപരിപാടികളും മത്സരങ്ങളുമടക്കം ഒരു പകൽ നീണ്ടു നിൽക്കുന്ന അടിപൊളി ഓണാഘോഷം നടത്തി പ്രവാസികളെ കേരളത്തിന്റെ ദേശീയോത്സവത്തിന്റെ വരവറിയിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ വർണ്ണാഭമായ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. കോട്ടയം സ്വദേശി അബുദാബിയിൽ അന്തരിച്ചു. കോട്ടയം എടക്കേടത്തി സ്വദേശി ചാലക്കൽ ഹൌസിൽ സോണി കുര്യൻ മാത്യു അബുദാബിയിൽ അന്തരിച്ചു. മാത്യുവിന്റെയും ശോശാമയുടെയും മകനായ സോണി അവിവാഹിതനാണ്. സൺഡേ സ്കൂൾ ജീവനക്കാരനായിരുന്നു. സഹോദരൻ സാലി മാത്യു. സംസ്കാരം പിന്നീട് നാട്ടിൽ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.